വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം, അതും മാസം തോറും ലക്ഷങ്ങൾ. ഈ ഒരു പരസ്യം കാണുമ്പോൾ തന്നെ പല വീട്ടമ്മമാരും അതിൽ ചാടി വീഴും. വിളിക്കാനുള്ളവരൊക്കെ വിളിക്കും, പറയാനുള്ളവരോടൊക്കെ പറയും. യോളം നീണ്ടു നിൽക്കുന്ന ഫ്രീ ട്രെയിനിങ് ക്ലാസ്സിലൂടെ ഓൾറെഡി ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള വീട്ടമ്മമാരുടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ദാരിദ്ര്യ കഥകളും ജോയിൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതിനു ശേഷമുള്ള പല ആളുകളുടെയും ലക്ഷറി ലൈഫ് സ്റ്റൈലുകളും കണ്ട് പല വീട്ടമ്മമാരും ഇതിന് പ്രചോദനമായി മാറും. ഒരാഴ്ചയുള്ള ഫ്രീ ട്രെയിനിങ് ക്ലാസ് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്നുള്ള വാക്കാൽ ഫ്രീ ട്രെയിനിങ് ക്ലാസ് നിർത്തലാക്കും. അവസാനം പണമെല്ലാം പോയി ആരോടും പറയാൻ പറ്റാത്ത, ഭർത്താവിനോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോൾ ഇങ്ങനൊരു സംഭവം ലൈഫിൽ നടന്നിട്ട് തന്നെ ഇല്ല എന്നുള്ള മട്ടിൽ പാവം വീട്ടമ്മമാർ മനസ്സിൽ നിന്ന് തുടച്ചങ്ങ് നീക്കുന്ന സ്കാം. എന്നാൽ ലീഗലി മൂവ് ചെയ്താൽ പോലും അവരുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റാത്ത ഒരു ബിഗ്ഗസ്റ്റ് സ്കാം. വെൽക്കം ബാക്ക് ടു വർക്ക് ഫ്രം ഹോം സ്കാം. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം, വിശ്വസിക്കരുത് ഈ സന്ദേശങ്ങൾ. മുന്നറിയിപ്പുമായി പോലീസ്. കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ന്യൂസാണിത്. നമുക്ക് നോക്കാം ആരാണ് പാവപ്പെട്ട വീട്ടമ്മമാരെ വീട്ടിലിരുന്ന് പണം സമ്പാദിപ്പിച്ച ഇൻഫ്ലുവൻസേഴ്സ് എന്ന്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെ മന്ത്ലി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുക, അതിൻ്റെ ട്രിപ്പുകൾ അടിച്ചു പൊളിക്കുക. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വിത്ത് ഹർഷിന. ഓക്കെ, പരസ്യം കണ്ട് ജനങ്ങൾ പറ്റിക്കപ്പെടാൻ തയ്യാറായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അവരെ പറ്റിച്ചുകൊണ്ടേ. കൊടുത്ത പൈസ തിരിച്ച് കിട്ടണ്ടേ? വലത്തോട്ടൊരാള്, ഇടത്തോട്ടൊരാള്, ആ വലത്തുള്ളവന്റെ രണ്ട് ഭാഗത്തും വേറൊരുത്തന്, ഇടത്തുള്ളവന്റെ രണ്ട് ഭാഗത്തും വേറെ രണ്ടെണ്ണം, ഇങ്ങനെ 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 ചെയിനായിട്ട് പോകണം. വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണം. എന്നാലേ പൈസ കിട്ടുള്ളൂ. അതും കുറെ ആളുകൾ പോകണം. ഇതിനാദ്യം ഒരു ഗ്യാങ്ങിനെ അവർ ബിൽഡ് ചെയ്ത് വെക്കും. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വന്നിട്ട് അവരോട് പറയും, ഇതാ ഇവർ അന്ന് ഇങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ്, നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്താൽ ഇങ്ങനെയാവാം. ദിസ് ഈസ് ദ സ്കാം. ഹൗസ് വൈഫിന് മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻസിനും അതുപോലെ മറ്റു ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല ഞാൻ അക്കൗണ്ട് മെൻഷനും ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ്. സ്വന്തമായിട്ട് ജ്വല്ലറി ഒക്കെ ഉണ്ട്, ജോലിയൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ കിട്ടുന്ന പൈസ, അതായത് ബാക്കിയുള്ള പാവപ്പെട്ട വീട്ടമ്മമാരെ പറ്റിച്ചിട്ട് കിട്ടുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ, അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ അതുകൊണ്ട് ചോറ് തിന്നാലേ ഇറങ്ങുള്ളൂ. അല്ലാതെ എന്തിനു ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ലെവലിൽ നിൽക്കുന്ന ആളുകൾ വരെ, സ്വന്തമായിട്ട് ജ്വല്ലറി ഉണ്ട്, വലിയ വലിയ ജോലികളുണ്ട്, അങ്ങനെയൊക്കെ അത്രയും ലെവലിൽ നിൽക്കുന്ന ആളുകൾ വരെ ജനങ്ങളെ ഊമ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ പ്രൊമോഷൻ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം. വീട്ടിലിരുന്ന് അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യുന്ന സമയത്ത് അവരതിൽ കൊണ്ടുപോയി പൈസ ഇടും, പോവും. ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണം? 100% പോവും. പറ്റിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലേ. നേഹ ഫുഡ് സ്റ്റോറീസ് അല്ലേ? ഈ കട്ട് തിന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ പറ്റിക്കുന്നുണ്ട്. പറ്റിക്കലാണത്. പക്ക ഫേക്ക് സാധനമാണ് ഇത്. മണി ചെയിൻ ആണ്. പൈസ കൊടുക്കേണ്ടി വരും. പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? 100% ഞാൻ യോജിക്കുന്നു. ആദ്യം ആ കൊടുക്കുന്ന പൈസ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തൂടെ? ഫേക്കാണ്. അപ്പം എന്തായാലും ആരും പോയി ചാടരുത്. പൈസ പോവും. പൈസ പോയിട്ട് മോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, നടക്കില്ല. അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല സെൽവ. നീ ഒരിക്കലും നന്നാവില്ലടാ. റെസ്റ്റ് എടുക്കാതെ കേറി വരടാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.